അഫ്നേൻ്റെ ബോർഡിംഗ് ബസ് മിസ്സായി. സോ ഇതിലുള്ളൊരു സുന്ദരനായ ചെറുപ്പക്കാരെ നമുക്കത് കൊണ്ടു തന്നു. കാണിച്ചു തരാം അവസ്ഥ. യെസ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും 5-ൽ പോയിട്ട് 3-ലേക്ക് വീണ്ടും പോകുന്നത്. ഹായ് ഗൈസ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ മലേഷ്യയിൽ എങ്ങനെയാണ് ഒരു 4 days and 3 nights സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. മലേഷ്യയിൽ പെർ പേഴ്സണ് എത്ര പൈസയാകും, അതേപോലെ തന്നെ എത്ര ദിവസം മലേഷ്യയിൽ നിന്നാലാണ് നമുക്ക് ഈ കോലാലംപൂർ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുക, അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ നിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വടകരയിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് പോകുന്ന, കാരണം കോഴിക്കോട് നമുക്ക് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത്. നേരെ നമ്മൾ കൊച്ചിയിലേക്ക് പോയി. നമ്മൾ ട്രെയിനിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി ഓട്ടോം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അടുത്തൊരു എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് കയറി കുറച്ച് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ കയറിയത്. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകുന്ന, നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് ഒരു 10:40 ആ ഒരു ടൈമിനാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി കുറച്ച് ഫ്രഷപ്പും കാര്യങ്ങളെല്ലാം ആയി, നമ്മളെ നിസ്കാരം കാര്യങ്ങളെല്ലാം ഉണ്ടേനും അതെല്ലാം കഴിച്ച് നമുക്ക് ടൈമുണ്ട്, കാരണം നമ്മളൊരു 6 മണിയാകുമ്പോൾ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. 10:40 ഫ്ലൈറ്റ് വരുന്നത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ മലേഷ്യയിലേക്കുള്ള സിം കാർഡ് എടുത്തിട്ടുണ്ട്. അൺലിമിറ്റഡ് നെറ്റുള്ളത് ഒരു 800 ആ ഒരു റേറ്റിൽ വരുന്ന സിം കാർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഗായ്സ്, സോ നമ്മളുടെ ഗേറ്റ് നമ്പർ 5 ആയിരുന്നു, അതിപ്പോൾ മാറി വീണ്ടും നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത്? ഗേറ്റ് നമ്പർ 3ലേക്ക്. നമ്മൾ ഒരാണ് 3 നടന്നിട്ട് 5ലേക്ക് എത്തിയതേനു. അഗെയിൻ 3ലേക്ക് പോകുന്നു. യെസ്, അവസ്ഥ. യെസ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും 5-ൽ പോയിട്ട് 3-ലേക്ക് വീണ്ടും പോകുന്നത്. ഈ എയർപോർട്ടിന് എന്തിനായിരിക്കും ഇത്രയും ഹൈറ്റ് കൊടുത്തല്ലേ? ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യം എന്താ തലകട്ടുന്നത്? അതെ, ഇതാ ഞാൻ വാങ്ങി തരട്ടെ എന്തെങ്കിലും. ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്താൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോകാം. സോ കുടിവെള്ളം ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇതൊന്നോ ഫസ്റ്റ് ഫ്ലൈനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? എക്സൈറ്റഡ്. ഫസ്റ്റ് ഫ്ലൈങ് ആണ്, അതും എൻ്റെ കൂടെ. യെസ്, അതും മലേഷ്യയിലേക്ക് ട്രാവൽ പാർട്ട്ണർ. യെസ്, സോ നമുക്ക് നോക്കാം. ഓക്കെ, ബായ്. ഇനി നമുക്ക് ഫ്ലൈറ്റിൽ പോയി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലത്തെ കാല് വെച്ച് കയറിക്കോ. വലത് കാല് വലത് കാല് പോടാ. Oke, bye. Sini നമുക്ക് മലേഷ്യയിലെത്തിയിട്ട് കാണാം. Thank you, bye. Welcome to Malaysia. നമ്മൾ ഉറക്കിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് 10:40 കയറി അവിടെ ഒരു 5:40 എത്തി. അതുകൊണ്ട് ഉറക്ക് ഒരു 4 മണിക്കൂർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഫ്ലൈറ്റിൽ കഴിയുകയും ചെയ്ത്. മലേഷ്യൻ ടൈം ഒരു 5:30 ആകുമ്പോഴാണ് നമ്മളവിടെ ഇറങ്ങിയത്. നമ്മൾ ലഗേജ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നേരെ നിസ്കരിക്കാൻ പോയി. അവിടെ എല്ലാ സ്ഥലത്തും നിസ്കരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പം അവിടുത്തെ നിസ്കാര കുപ്പായിലൊരു വെറൈറ്റി ആണ്. സോ നമ്മൾ അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ലഗേജ് കാര്യങ്ങളെല്ലാം കിട്ടി നമ്മൾ പുറത്തിറങ്ങി. ഇനി ഇവിടെ ഇപ്പോൾ ടൈം ഏകദേശം 7 മണി, 7:20. സോ നമ്മൾ നേരത്തെ എത്തി. ഇനി ഇത് കഴിഞ്ഞ് നേരെ എങ്ങോട്ടേക്കാ? നേരെ പുത്രഞ്ചേരി പോകും. അത് കഴിഞ്ഞ് അങ്ങനെ എന്തോന്നാ പറയാ, ഇവിടുത്തെ പേരൊന്നും കറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ഹോട്ടലിലെ ചെക്കിങ് ടൈമെല്ലാം വരുന്നത് 3 മണിയാണ്. സോ വരുന്ന ആൾക്കാർ അതിനനുസരിച്ച് വരാം. അപ്പം ഇനി നേരെ പുത്രഞ്ചേരി. യെസ്, ബൈ, സ്റ്റേ ട്യൂൺഡ്. സോ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല ഇന്ത്യൻ ഫുഡ്. സോ വേണ്ട ആൾക്കാർ എയർപോർട്ടിൽ നിന്ന് വരുമ്പം ഈ ഒരു ലൊക്കേഷനിൽ വന്നാൽ മതി. കറക്റ്റ് ലൊക്കേഷൻ ഇതിലുണ്ട്.
സോ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് പുത്രജയാണ്. ഇവിടെ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഗേൾസ് മാക്സിമം കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. ഇല്ലെങ്കിൽ ഒരു മാക്സി ഡ്രസ്സ് പോലത്തെ ഡ്രസ്സ് ഇവർ തരും. അതിട്ടിട്ട് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം ഇവരൊരു ആചാരമാണ്, സ്ലീവ് ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ഇവിടെ കയറാൻ പറ്റില്ല. സോ ഡ്രസ്സിന് അങ്ങനെ എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യമോ ഒന്നും വരുന്നില്ല, ഫ്രീ ആണ്. ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട്, ചെരുപ്പെല്ലാം അയച്ചു വെച്ച് അങ്ങനെ കയറണം. സോ അത് നിങ്ങൾ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ബോക്സർ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടാൽ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. സോ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. പുത്ര മോസ്ക് എന്ന് പറയുന്നത് പിങ്ക് മോസ്ക് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ഇസ്ലാമിക് മോസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മുസ്ലിങ്ങളെ ഓരോരോ കാര്യങ്ങളും പഠിക്കാനും അതിനെപ്പറ്റി അറിയാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. മുസ്ലിം അല്ലാത്ത ആൾക്കാരാണ് കൂടുതൽ ഇവിടെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ഈ പിങ്ക് മോസ്ക് കാണാൻ ഏറ്റവും കൂടുതൽ രസം രാത്രിയാണ് പോലും. കാരണം രാത്രി എല്ലാ ലൈറ്റും കത്തിയിട്ട് ഇത് കാണാൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ 15,000 മേലെ ആൾക്കാർക്ക് ഇവിടെ നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഈ പള്ളിയിലുണ്ട്. സോ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് സ്റ്റീൽ മോസ്ക് ആണ്. പിങ്ക് മോസ്കിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. ഇത് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് സ്റ്റീൽ അതുപോലെ തന്നെ അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇവിടെ ഇതേപോലെ തന്നെ സ്ലീവ് ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വേണം. എൻട്രി കാര്യങ്ങൾ ഫ്രീ ആണ്. നമുക്കിവിടുത്തെ പ്രത്യേകതയും കാര്യങ്ങളെല്ലാം ഇവരിങ്ങനെ പറഞ്ഞു തരുന്ന ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു പള്ളി. ഇങ്ങനത്തെ പള്ളിയിലെത്തിയാൽ നമ്മളോട് നിസ്കരിച്ച് അടങ്ങിയിരുന്ന് പോകും. കാരണം അങ്ങനത്തെ ഒരു പള്ളി, കാരണം ഭയങ്കര രസം അതിൻ്റെ ഉള്ളിൽ കാണാനും അതിൻ്റെ ഉള്ളിലെ സ്ഥലവും അതിൻ്റെ ചുറ്റിലും കാര്യങ്ങളെല്ലാം കാണാൻ. അപ്പോൾ നമ്മൾ ആ ഒരു മോസ്ക് മൊത്തത്തിൽ കണ്ട് കുറേ നല്ല എസ്തറ്റിക്കായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അധികത്തിലും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് മിലോ ബ്രാൻഡിൻ്റെ സാധനം. അപ്പോൾ മിലോൻ്റെ ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട്. മിലോ ബ്രാൻഡിൻ്റെ കുറേ സാധനങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് നമ്മൾ മെല്ലെ ഇറങ്ങി. നോക്ക് എന്ത് രസമല്ലേ ഈ ടെമ്പിൾ കാണാൻ. കോലാലംപൂരിൽ വരുന്ന ഒരു ചൈനീസ് ക്ഷേത്രം ഇത്. തിയാൻഹോ ടെമ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല ഇവിടുത്തെ ലൈറ്റുകളും ഈ ഒരു അമ്പലവും എല്ലാം കാണാൻ ഭയങ്കര രസം, എന്തോ ഒരു ഭംഗി. ഇതൊരു ഫ്രീ എൻട്രിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ പല വിശ്വാസത്തോടു കൂടി ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവർക്കിങ്ങനെ ഈ ഒരു നമ്മളെ നാട്ടിൽ ഊതം കൊള്ളി എന്നെല്ലാം പറയും, ഇതുപോലത്തെ സാധനങ്ങളെല്ലാം കത്തിച്ചിട്ട് പ്രാർത്ഥിക്കൽ, പിന്നെ ഫ്ലവേഴ്സ് അതിനിങ്ങനെ സമർപ്പിക്കുക. അത് ഇവർക്ക് ഭയങ്കര ആചാരങ്ങൾ. ഇവളെ കറക്റ്റ് ആചാരങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഇവർ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ മുട്ട് കുത്തിയിട്ട് പ്രാർത്ഥിക്കും. ഓരോരോ ആഗ്രഹങ്ങളെല്ലാം പ്രാർത്ഥിച്ചാൽ അത് പെട്ടെന്ന് ഫലിക്കും എന്നാണ് ഇവരെ വിശ്വാസം. ഇത് ഞാൻ നിങ്ങൾക്ക് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് രാത്രിയായിരിക്കും. കാരണം റെഡ് ലാൻഡെല്ലാം കത്തിയിട്ട് രാത്രി കാണാൻ നല്ല രസമുണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു ഓൺ ദ വേയിലായതുകൊണ്ട് ഇവിടെ കയറിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇത് ഇവിടെ കൂടുതൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് ബുക്കിറ്റ് ബിങ്താങ്ങിലാണ്. അവിടുത്തെ ഒരു പവലിയൻ മാൾ എന്ന് പറയുന്നൊരു മാളുണ്ട്. ഹൈ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് എല്ലാം കിട്ടുന്നൊരു ആഡംബര മാൾ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു മാളുണ്ട്. അവിടുന്ന് സാധനങ്ങളൊന്നും പർച്ചേസ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അത്രക്കും ഹൈ പ്രൊഡക്റ്റും അത്രക്കും റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. സോ നമുക്ക് ആ മാളിൽ കാര്യങ്ങളെല്ലാം ഒന്ന് വിസിറ്റ് വന്നാൽ അത് നല്ല ചൂട് അതേപോലെ തന്നെ വെയിൽ കാര്യങ്ങളുള്ളതുകൊണ്ട് കുറച്ച് സമയം ഈ ഒരു മാൾ മൊത്തത്തിൽ കാണാം. കാരണം നമുക്ക് ഫുള്ളായിട്ട് ആ മാൾ കണ്ട് തീർക്കാൻ ടൈമില്ല, കാരണം അത്രക്കും വലിയ മാളാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിട്ട് ചൈനീസ് ഫുഡ്, അതിൻ്റെ പർച്ചേസ്, ചൈനീസ് കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനും പർച്ചേസ് ആക്കാനെല്ലാം ഉണ്ട്. സോ നമ്മളിപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പവലിയൻ മാളിലേക്കാണ്. നമ്മൾ പോയ ടിൻഹോ ടെമ്പിളിൽ നിന്ന് ഏകദേശം 20 മിനിറ്റാണ് ഇവിടത്തേക്കുള്ളത്. പിന്നെ ഹോട്ടലിൽ നമുക്ക് 3 മണിക്ക് മാത്രമേ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാളിൽ വന്ന് കുറച്ച് കറങ്ങി ഫുഡെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം ഫേമസ് മാളാണ്. പോരാതെ നമുക്ക് നല്ല പർച്ചേസും കാര്യങ്ങളെല്ലാം ചെയ്യാം. കുറച്ച് എമൗണ്ട് ഉണ്ട്, എന്നാൽ പോലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും.
ഇതിൻ്റെ 4th ഫ്ലോറ് ഫുള്ളായിട്ട് ഫുഡ് ഐറ്റംസാണ് വരുന്നത്. സോ ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ട ആൾക്കാർ 4th ഫ്ലോറിലേക്ക് വന്നാൽ മതി. What is this name? Ikhlaq. Yeah? Ikhlaq. നമ്മൾ അവിടെ നിന്ന് നടന്നു പോരുന്ന സമയത്ത് നമുക്ക് ട്രയൽ ചെയ്തൊക്കെ തന്നിട്ട് വാങ്ങിയ സാധനം എന്താ ഇക്ലാം അങ്ങനെ എന്തോന്നാ പേര് പറഞ്ഞു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ടേസ്റ്റ് ഇതെന്തെന്നാ ഉള്ളിലൊരു ചീസാന്ന് തോന്നുന്നു അല്ലേ. സോ മസ്റ്റ് ട്രൈ. നല്ല സാധനം. ജെയ്ത്തൂൺ എന്ന് പറയുന്ന ഒരു പീടിയ. യെസ്. അധികം ഓവർ മധുരമില്ല, ഒരു സ്വീറ്റ് മധുരം, പക്ഷെ നല്ല അടിപൊളി സാധനം. ഈ മോളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. നല്ല റഷ്, അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും. ഓളെ കാണാൻ രസമുണ്ട്. കൊറേ നടന്ന് കാല് കാണുന്നേരം കുറച്ചിവിടെ ഇരുന്നു. ഇതിനാള് കുറച്ച് അമ്മായി വൈബായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം നോക്കിയിട്ട് പരദൂഷണം പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഓരോരുത്തരുടെ സ്കിന്നും ഓരോരുത്തരുടെ ഡ്രസ്സിങ്ങെല്ലാം കാണുമ്പോൾ നമ്മളെല്ലാം എന്തെന്നാ ഭയങ്കര അടിപൊളി സ്കിന്ന്, ഗ്ലാസ് സ്കിന്ന്, കൊറിയൻ സ്കിന്ന് തന്നെ പറഞ്ഞിട്ടായിരിക്കും അല്ലേ. പക്ഷെ ഇവരെന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? ജനറ്റിക് ആയിരിക്കും അല്ലേ. നമ്മളെല്ലാം എന്തെന്ന് എന്ത് തേച്ചിട്ട് വരുന്നേന് ജനറ്റിക്. നമ്മളെ ഇന്ത്യൻ പോലെ ചൈന, ഏഷ്യ അങ്ങനെ ആയിരിക്കാം. ഇവിടെ ചെറിയ റേറ്റ് എല്ലാത്തിനുള്ളും 859. നാട്ടിലത്തെ ഏകദേശം ഒരു നാട്ടിലത്തെ എത്ര വരും? സീക്കേൻ്റെ ബ്രാൻഡാ. സോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. 859. ഈ മോൾ ഏകദേശം 8 ലെവൽ വരെ വരുന്നുണ്ട്. ഇതിൻ്റെ ഓവറോൾ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എവിടെയാ, എങ്ങനെയാ, ഏതാണെന്നുള്ളത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിക്കണോ ഇതാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വിസിറ്റ് ആക്കിയാൽ മതി. മേക്കപ്പിൻ്റെ നല്ല ഹൈ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാൽ എനിക്ക് വാങ്ങാണ്ടോ നോക്കാണ്ടോ പോരാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് എല്ലാം നോക്കി സെറ്റാക്കി നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലഞ്ച് ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വിശപ്പുണ്ട്. അപ്പം നേരെ പോകുന്നത് ഒരു മലയാളി ഹോട്ടലാണ്. ഇവിടെ മലയാളി ഹോട്ടലിൽ ഫുഡ് നല്ല കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ അവിടത്തേക്കാണ് കൊണ്ടുപോയത്. നല്ലൊരു ദം ബിരിയാണിയാണ് നമ്മൾ ഇന്ന് കഴിച്ചിട്ടുള്ളത്. നല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കുന്നതാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് നേരെ നമ്മൾ ഹോട്ടലിലേക്കാണ് പോയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ 3 മണിക്ക് മാത്രമാണ് നമുക്ക് ഹോട്ടലിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിങ്ങനെ ഒരു 3 മണിയാക്കിയിട്ടാണ് ഹോട്ടലിലേക്ക് കയറുന്നത്. നമ്മളെ കീ കാര്യങ്ങളെല്ലാം ഇതേപോലെ ഓരോരുത്തർക്ക് ഓരോ ലോക്കറിലാണ് ഉണ്ടാവുക. നമ്മളെ പിൻകോഡ് കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് ഇങ്ങനെ ഒരാൾ നമുക്ക് കീ തരുന്ന അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. അവിടെ ഈ ഒരു ലോക്കറിലാണ് നമ്മളെ ചാവി ഉണ്ടാവുക. നമ്മൾ ഇതിൽ നിന്ന് ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ റൂം നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മളെന്നുള്ളത്. അപ്പോൾ അവിടെ കാർഡ് വെച്ചിട്ട് മാത്രമേ നമുക്ക് നമ്മളെ ഫ്ലോറിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളെ 18 ഫ്ലോർ വരുന്നത്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോകുന്നതാണെങ്കിൽ അവിടെയും ഒരു കോഡ്, പാസ്വേഡ് കാര്യങ്ങളെല്ലാം അടിച്ച് സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അയാൾ ഇത് ഓപ്പൺ ആക്കി തരുന്നതാണ് അതിൻ്റെ കോഡ് വെച്ചിട്ട്. ഇപ്പോൾ അത് ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾക്ക് കയറണമെങ്കിൽ ഈ പാസ്വേഡ് അടിച്ചിട്ട് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല മലേഷ്യൻ വ്യൂ കണ്ടുകൊണ്ടുള്ള റൂം. സോ ബാത്റൂം ഇതാണ്. നല്ലൊരു ബാത്റൂം. നമ്മളെ റൂമിൽ ചെറിയൊരു മിനി ഫ്രിഡ്ജ്, കെറ്റിൽ, ഓവൻ, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കേണ്ട സംഭവങ്ങളെല്ലാം റൂമിലുണ്ട്. കുറച്ച് പ്ലേറ്റ്, ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ചെറിയ മാഗി, മുട്ട അങ്ങനത്തെ എല്ലാം ബോയിൽ ചെയ്തിട്ടെല്ലാം കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് റൂമിൽ. നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. ഓ മറ്റേ ടിൻ ടവർ ഇതാ.
ഇവിടുന്ന് നോക്കുമ്പോൾ ട്വിൻ ടവറൊക്കെ കാണാം. ഇത് ഫുള്ളായിട്ട് നമ്മളെ പൂൾ ഏരിയ വരുന്നത്. ഇവിടം തൊട്ട് ആ എൻഡ് വരെ ഫുൾ പൂളാണ്. എനിക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഇറങ്ങാം. പിന്നെ ബാഡ്മിൻ്റൺ. സോ ഇതും നമ്മൾ ഫുള്ളായിട്ട് പൂൾ ഏരിയ ആണ്. കുറേ എണ്ണത്തിന് ഇവിടെ ആറിയിട്ടിട്ടുണ്ട്. ദെൻ ഇതും ഫുള്ളായിട്ട് പൂൾ ഏരിയ ആണ്. സോ നമ്മൾ കുളി നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിനി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോന്നാൽ നമ്മൾ ഡ്രൈവർ ഇപ്പം വരും. നമ്മൾ ആളെ കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നമ്മൾ ആ ഒരു സ്ട്രീറ്റിൽ ഇറക്കി വിടും. ഇവിടുത്തെ ഒരു ബീഫ് റൊട്ടി, അതേപോലെ തന്നെ ഒരു ഫേമസ് ഷവർമ, അങ്ങനെ കുറച്ച് വെറൈറ്റി ഫുഡുണ്ട് ഈ ഒരു സ്ട്രീറ്റിൽ. സോ നമ്മൾ അതെല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടി പോന്നാൽ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് നമ്മളെ റൂമിൻ്റെ ഒരു പാർക്ക് ഏരിയ ആണ്. സോ ഈ ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ആക്കുന്നത്. ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആയിട്ട് നമ്മൾ റൂമിൻ്റെ റെൻറ്റ് വരുന്നത് 8,900 ഇന്ത്യൻ റേറ്റാണ് പറയുന്നത്. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല, അത് സ്കിപ്പായിരിക്കും. അതിൻ്റെ എമൗണ്ട് നമ്മൾ വേറെ കാണാം. നമ്മൾ 2 ആൾക്കാരാണ് ഒരു റൂം ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ആൾക്കാർ ഫുള്ളായിട്ടും ഈ ഷവർമ കഴിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. നമ്മളവിടെ സീറ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് ഷവർമ ഈ ജന്മം കിട്ടൂല. അതുകൊണ്ട് ഷവർമ ഓർഡർ ചെയ്തിട്ട് പാർസൽ വാങ്ങുന്ന രീതിയിലാക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഈ ഒരു ഷവർമ ബീഫിലും ചിക്കനിലും വരുന്നുണ്ട്. മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, വേർത്തായിരിക്കും. 1580 നമ്മളെ നമ്പർ 203. സോ ഇതിൽ കാണിക്കും. എന്നാൽ നമ്പർ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. ആൾക്കാർ മുഴുവൻ ഇവിടെ സീബ്ര ലൈനിന് സ്റ്റോപ്പായി കഴിഞ്ഞാൽ ഈ റോഡും ഫുൾ ആൾക്കാരായിരിക്കും. പല റൂട്ടിൽ നിന്നും ആൾക്കാരിങ്ങനെ ക്രോസ് ചെയ്തിട്ട് നടക്കും. കുറേ റീലിൽ കണ്ടിക്ക്. സോ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം കാണാൻ പോകുന്നതാണ്. പരക്ക ആൾക്കാർ വരത്ത് തുടങ്ങും. യെസ്, ദാ ഓ റോഡ് തീർത്ത ആൾക്കാർ. കുറച്ച് സമയം അങ്ങനെ ക്യൂവെല്ലാം നിന്നിട്ട് നമ്മൾ വാങ്ങി ബീഫിൻ്റെ ഒരു റൊട്ടിയാണ് വാങ്ങിയത്. മസ്റ്റ് ട്രൈ എന്നൊന്നും പറയാൻ പറ്റില്ല. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും എല്ലാവരും പറഞ്ഞ ഹൈപ്പിനൊന്നുമില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്. 650 റിംഗറ്റാണ് ഒരു റൊട്ടിക്ക് വരുന്നത്. No, Allah, this one is a panni. ഓ
നല്ല വെറൈറ്റി ഫുഡെല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ട്രീറ്റിലേക്ക് പോയത്. കുറച്ച് ഫുഡെല്ലാം നമ്മൾ കഴിച്ചു, പക്ഷേ ചില ഫുഡൊന്നും നമുക്ക് ഹലാലല്ല. അങ്ങനത്തെ ഫുഡ് നമ്മളെടുത്ത് ഇങ്ങോട്ട് പറഞ്ഞുതരും നോ ഹലാൽ എന്നുള്ളത്. പിന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കുന്ന സമയത്ത് അത് നല്ലോണം ചെക്ക് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ ചിലതിനെല്ലാം ഇങ്ങനെ പൊരിച്ച് വെച്ച കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. എനിക്ക് കുറേ കണ്ടിട്ടാന്ന് തോന്നുന്നു അധികം ഫുഡൊന്നും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ എല്ലാം എല്ലാ ഫുഡ് വെച്ച് അറേഞ്ച് ചെയ്തതും കാണാനെല്ലാം നല്ല രസമുണ്ട്. ഇവിടുത്തെ ഒരു നൈറ്റ് വൈബെല്ലാം നല്ല രസമുണ്ട്. പക്ഷേ നമുക്ക് ഹലാലായ ഫുഡ് അവിടെ പ്രത്യേകം ഉണ്ടാവും, അത് നോക്കിയിട്ട് കഴിച്ചാൽ മതി. ഇവിടെ പിന്നെ ഫേമസ് ആയിട്ടുള്ളൊരു പഴമുണ്ട് ദുരിയാൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കാറിലോ ടാക്സിയിലോ ഇവിടുത്തെ എയർപോർട്ടിൽ വരെ അത് ബാനാന്നാണ് കേട്ടത്. അപ്പം നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത്രയും സ്മെല്ലും പോരാത്തതിന് കുറച്ച് എമൗണ്ട് ഉണ്ട്, 35 റിങ്കറ്റ് എങ്ങാനുണ്ട് അപ്പോൾ ഒരു 4 പീസിന്. അപ്പം കഴിച്ച ആൾക്കാരെല്ലാം കൊണയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളത് ട്രൈ ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് പോകുന്ന ടൈമിന് അങ്ങനത്തെ ഫ്രൂട്ടെല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സ്ട്രീറ്റിൽ നിന്ന് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്ന ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നാളത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മസ്റ്റായിട്ട് കാണും. ഓക്കെ, ബായ്.